സാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങോട്ട് കയറ്റി വിടും. സർ. എന്താ ഇവളുടെ ഭാവം? പരാതി തരാൻ തയ്യാറല്ലേ? ആളല്പം മുട്ടാ സാറേ. ഇങ്ങോട്ട് ഭീഷണി. നമ്മളെല്ലാം അവള് കാണിച്ചു തരാന്ന് മീഡിയക്കാരോട് പറയൂന്ന്. അതിനൊക്കെ ജീവൻ ഉണ്ടായിട്ട് വേണ്ടേ? ഇങ്ങോട്ട് നീങ്ങില്ലടി. പറഞ്ഞു കേട്ടില്ലേടി? അങ്ങോട്ട് നീങ്ങി നിൽക്കാൻ. സാറ് നിന്നെ ശരിക്കൊന്ന് കാണട്ടെടി. അല്ല, എന്താ നിന്റെ പ്രശ്നം? നിനക്ക് ദോഷം ഉണ്ടാവുന്ന ഒരു കാര്യവും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ. ഒരു പരാതി എഴുതി തരണം, അതും നിന്നെ ഉപദ്രവിച്ച 2 കാമഭ്രാന്തന്മാർക്കെതിരെ. അതുകൊണ്ട് നിനക്കൊരു ദോഷം വരില്ല. നിന്റെ പേരോ വിവരങ്ങളോ മറ്റാരും അറിയ പോലുമില്ല. ഇവനെ കോടതിയിലും സ്റ്റേഷനിലൊന്നും വരിക പോലും വേണ്ട. ഒരു പരാതി എഴുതി ഒപ്പിട്ട് തന്നു, അതോടെ അതങ്ങ് മറന്നേക്ക്. എന്താ തയ്യാറല്ലേ? എനിക്ക് പരാതി ഇല്ലാത്തടത്തോളം ഞാൻ എന്തിനു എഴുതി തരണം? അതൊക്കെ പണ്ടേ കഴിഞ്ഞ സംഭവങ്ങളാ. ഇനി അതൊന്നും കുത്തിപ്പൊക്കാൻ എനിക്ക് താല്പര്യമില്ല. പഴയ കേസ് കുത്തിപ്പോക്കാനല്ല, ഇപ്പോഴത്തെ കേസിന് ഒരു ബലം കൊടുക്കാനാ. ഇപ്പോഴത്തെ കേസ് സത്യസന്ധമാണെങ്കിൽ അതിനൊരു സപ്പോർട്ടും വേണ്ട സർ. അവർക്ക് ശിക്ഷ കിട്ടിയിരിക്കും. തെറ്റ് ചെയ്തവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടുക വേണം. അതിനല്ല നിന്നോട് പരാതി തരാൻ പറഞ്ഞേ. എന്നോട് നല്ല ഭാഷ പറഞ്ഞപ്പോ നിനക്ക് അഹങ്കാരം. സത്യം പറയടി, നീയും കൂടി ഒത്തോണ്ടല്ലേ ആ പാവം പെണ്ണിനെ പീഡിപ്പിച്ചതും അതിനെ ഒത്താശ ചെയ്തതും പ്രേരിപ്പിച്ചത് നീയല്ലേ? ഞാൻ ആർക്കും ഒത്താശ ചെയ്തിട്ടില്ല, പ്രേരിപ്പിച്ചിട്ടുമില്ല. ഞാൻ അത്തരക്കാരിയല്ല. പിന്നെ നീ എന്തിനാടി അവരെ രക്ഷിക്കാൻ നോക്കുന്നേ? ഞാൻ എന്തിനെ രക്ഷിക്കണം? രോഹിത് നീയും തമ്മിൽ രഹസ്യബന്ധമില്ലേ? അതല്ലേ കാരണം? അല്ല സർ, അവൻ എനിക്ക് സ്വന്തം അനിയനെ പോലെയാണ്. ആ കഥയൊക്കെ പോലീസ് മാറ്റി എഴുതിക്കോളും. ഞങ്ങൾക്കിപ്പോ നിന്റെ പരാതി മാത്രം മതി. പറ, എന്താ നിന്റെ ഉദ്ദേശം? പോലീസ് വിചാരിച്ചാൽ എത്ര കള്ളസാക്ഷികളെയും കള്ള തെളിവുകളും ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ സാർ ഈ പറയാൻ പോകുന്നതൊന്നും സത്യമല്ലെന്ന് എനിക്കറിയാം, സാറിനും അറിയാം. അപ്പൊ നീ ഒപ്പിട്ട് തരത്തില്ല? ഇല്ല സർ. ഞങ്ങളുടെ ചോദ്യം ചെയ്യലിന്റെ രീതി ഒന്ന് മാറിയാ നിന്റെ ഈ ജാടയൊക്കെ അങ്ങ് തീരും. അതിനിടയാക്കണോ? വന്നതുപോലെ തന്നെ നിനക്ക് തിരിച്ചു പോകണമെങ്കിൽ ഞങ്ങൾ പറയുന്ന അനുസരിച്ചോ? ഇല്ല സർ. സ്നേഹേ, നീ നിന്റെ പണി തുടങ്ങിക്കോ. സാർ. സർ, എവിടെ രമേശ് നമ്പ്യാർ? ഒരു മിനിറ്റ് സർ, ഇപ്പൊ വിളിക്കാം. സാർ, ആ പീഡന കേസിലെ പ്രതികളെല്ലാം കിട്ടിയോ? കിട്ടി സാർ. എത്ര പേരുണ്ട്? ഇതുവരെ 4 പേരാണ് സാർ. ഇനി ആരെങ്കിലും കിട്ടാനുണ്ടോ? വേറെ ആരും ഉള്ളതായിട്ട് ഇതുവരെ അറിവില്ല. പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ ഹൗസ് മെയ്ഡിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തില്ല സാർ, കസ്റ്റഡിയിലെടുത്തു. എപ്പോ കസ്റ്റഡിയിൽ എടുത്തു? ഒരു ഉച്ച സമയത്താണ് സാർ. എന്തിനാണ് കസ്റ്റഡിയിൽ എടുത്തത്? ചോദ്യം ചെയ്യാനാണ് സാർ. എന്നിട്ട് ചോദ്യം ചെയ്തോ? ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. എവിടെ? മുകളിലാണ്. മുകളിലോ? ക്രിമിനൽസിനല്ലേ മുകളിൽ കൊണ്ട് ചോദ്യം ചെയ്യാറുള്ളത്? ആ പെണ്ണ് ക്രിമിനലാണോ? ആണോടോ? സാർ അല്ല സാർ, പിന്നെ എന്തിനാണോ മുകളിലേക്ക് കൊണ്ടുപോയത്? CA സാർ പറഞ്ഞിട്ടാണ്. ഓ, അയാളുണ്ടോ മുകളിൽ? ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിളിക്കേ. സാർ വേഗം ചെല്ല. സാർ വിളിക്കുന്നു പറ. ശരി സർ. ഹോസ്പിറ്റലിൽ പോയി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ മൊഴി എടുത്തോ? ഉടനെ പോകാം സാർ. പെൺകുട്ടിയുടെ അവസ്ഥ എങ്ങനെയുണ്ട്? കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. സാർ ഗുഡ് ഈവനിങ് സാർ. താനിത് എവിടെയാണ്? സാർ ഞാൻ മുകളിലുണ്ടായിരുന്നു സാർ. താൻ അവിടെ എന്ത് ചെയ്യണമെന്നാ ചോദിച്ചത്? സാർ, ആ ബാലചന്ദ്ര മേനോന്റെ മകൻ പീഡന കേസിലെ പ്രതിയാണല്ലോ സാർ. ആ വീട്ടിലെ സെർവന്റ് ചില സംഗതികൾ മറച്ചു പിടിക്കുന്ന പോലെ തോന്നി. അപ്പോ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. അവൾ എന്താണ് മറച്ചു പിടിച്ചത്? സാർ, പീഡന കേസിൽ 1-2 പ്രതികൾ മുമ്പൊരിക്കൽ മയക്കുമരുന്ന് നൽകി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി. അവളെ കസ്റ്റഡിയിൽ എടുത്തിട്ട് എത്ര മണിക്കൂറായി? 8-10 മണിക്കൂറായി സാർ. ഇതുവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞില്ലേ? സാർ, അവള് പ്രതികളെ രക്ഷിക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുന്ന പോലെ തോന്നി, അതുകൊണ്ടാണ് സാർ. താൻ ഒറ്റയ്ക്കാണ് അവളെ ചോദ്യം ചെയ്തത്? അല്ല സാർ, CPO സ്നേഹ ശ്രീകുമാറാ ക്വസ്റ്റ്യൻ ചെയ്തത്. ഞാൻ കേട്ട് നിൽക്കായിരുന്നു. ആ ലേഡിയുടെ പേരെന്താണ്? ഹൗസ് മെയ്ഡ്? അലീന. കല്യാണം കഴിച്ചതാണ്? അല്ല സാർ. ഇവിടെ എന്ത് റൈറ്റ്സ് ആണ് തനിക്ക് ഒരു ലേഡിയെ ടോർച്ചർ റൂമിൽ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ? സാർ, അവക്കൊരു ക്രിമിനൽ മൈൻഡ് ഉള്ളതുപോലെ തോന്നി. അവക്കാണോ അത് തനിക്കാണോ? ഞാനൊന്ന് കാണട്ടെ അവളെ. സർ. താമരണ്ട. സാറേ അദ്ദേഹം അല്പം ഇടഞ്ഞിട്ടാ. ആരെ ഇടപെട്ടത്? എനിക്കറിയോ, എവിടുന്നോ സ്ട്രോങ് റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും DYSP സാറ് നേരിട്ട് വന്ന് ഇന്റർഫിയർ ചെയ്യില്ല. ഇവിടെ എന്താണ് നടക്കുന്നത്? ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു സർ. ഈ പെൺകുട്ടിയാണോ? അതെ സർ. ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു സർ. ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ എന്താ കാരണം? അത് CA സാർ പറഞ്ഞിട്ടാ സർ. എപ്പോഴാണ് മുകളിലേക്ക് കൊണ്ടുവന്നത്? 7 മണി കഴിഞ്ഞു. 2 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു സർ. താഴേക്ക് കൊണ്ടുവരും. ശരി സർ, വരും. ഇല്ല, കുഴപ്പമില്ല. ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. ഈ പെൺകുട്ടി ചെയ്ത കുറ്റം എന്താണ്? താമരടോ? കുറ്റമൊന്നും ചെയ്തിട്ടില്ല സാർ. പിന്നെന്തിനാണ് കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്ന ടോർച്ചർ റൂമിൽ ഈ കുട്ടിയെ കൊണ്ടുപോയത്? ഞാനല്ല സാർ. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സാർ, തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഈ കുട്ടി കൂട്ടുനിന്നൊരു സംശയമുണ്ട്. വലിയ കോളുകളൊക്കെ ഉണ്ടാക്കാവുന്ന കേസാണ് സാർ. പ്രതികളുടെ ഒരാളുടെ വീട്ടിലാണ് ഈ കുട്ടി ഹൗസ് മെയ്ഡായിട്ട് നിൽക്കുന്നത്. പ്രതികളെ പറ്റി കൂടുതൽ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ചോദ്യം ചെയ്തത്. താൻ ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് കസ്റ്റഡിയിൽ എടുത്തതല്ലേ? അതെ സാർ. രാത്രിയായിട്ടും താൻ ഇതുവരെ ക്വസ്റ്റ്യൻ ചെയ്ത് തീർന്നില്ലേ? സാർ, പോലീസിനോട് ഇവള് തീരെ സഹകരിക്കുന്നില്ല. എവിടെയാണ് സഹകരിക്കാത്തത്? എന്തുകൊണ്ടാണ് സഹകരിക്കാത്തത്? ഞാൻ സഹകരിച്ചു സർ. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞു. ഇവളുടെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പരാതി തന്നിട്ടുണ്ടോ? പരാതിയൊന്നുമില്ല സാർ. പിന്നെ എന്തിനീ രാത്രി നേരത്തെ കസ്റ്റഡി വെച്ചിരിക്കുന്നു? സാർ, ഇവള് ജോലിക്ക് ഇരിക്കുന്ന വീട്ടിലെ രോഹിത് ബാലചന്ദ്രൻ എന്ന ആൾ ഇവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവൻ തന്നെ സമ്മതിച്ച കാര്യം. ഈ പറഞ്ഞ സത്യമാണോ? അതെ സർ. എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അത് കുറെ മാസങ്ങൾക്ക് മുൻപായിരുന്നു. സാർ, ഇവനെതിരെ ഒരു കംപ്ലൈന്റ് തരാൻ പറഞ്ഞിട്ട് ഇവള് തയ്യാറല്ല. രോഹിത് മാത്രമല്ല, അവന്റെ കസിൻ ഹരിശങ്കർ കൂടെ ചേർന്നിട്ടാ ഇവളുടെ നേരെ റേപ്പ് അറ്റംപ്റ്റ് നടത്തി. എന്തുകൊണ്ടാണ് പരാതി കൊടുക്കായിരുന്നത്? കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന 2 വിദ്യാർത്ഥികളുടെ ഭാവി നശിച്ചു പോകാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് ക്ഷമിച്ചതാ. 2 പേരുടെയും വീട്ടുകാരെ വിവരറിയുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഇവളൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആത്മഹത്യാ ശ്രമം നടത്തിയതാണ് സാർ. ഒരു കത്രിക എടുത്ത് സ്വയം കുത്തി മുറിവേൽപ്പിച്ചു. പക്ഷേ പോലീസ് മൊഴിയെടുക്കാൻ ചെന്നപ്പോ പോലീസിനോട് വീണപ്പോ അബദ്ധത്തിൽ വയറ്റിൽ കത്രിക കൊണ്ട് മുറിവേറ്റതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? എങ്ങനെയാണ് മുറിവുണ്ടായതെന്ന് പോലീസ് ചോദിച്ചു. എന്റെ കൈകൊണ്ട് തന്നെ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് പറഞ്ഞു. നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച 2 പേരെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അന്ന് കള്ളം പറഞ്ഞത്? അന്ന് ഞാൻ അവരോട് ക്ഷമിച്ചു. അവർക്ക് നന്നാവാൻ ഒരു അവസരം കൊടുത്തു. അത് തെറ്റായി പോയിന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. തെറ്റ് തന്നെയാണ്. അന്ന് പോലീസിനെ സത്യം അറിയിച്ച് അവരെ വേണ്ട വിധത്തിൽ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഇപ്പൊ മറ്റൊരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടില്ലായിരുന്നു. അത് സത്യമാണ് സർ. ഞാനും സമ്മതിക്കുന്നു. സാർ, അന്നത്തെ ആ സംഭവത്തെ പറ്റി ഒരു പരാതി തരാൻ വേണ്ടി മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. പക്ഷേ ഇവള് അതിന് തയ്യാറല്ല. എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാത്തത്? ഞാൻ ഒരിക്കൽ ക്ഷമിച്ചതാണ് സർ. കുറെ ഉപദേശിക്കുകയും ചെയ്തു. ഇനി അത് വീണ്ടും കുത്തിപ്പൊക്കുകയും അതൊരു കേസാക്കാൻ എനിക്ക് ഇഷ്ടമല്ലഞ്ഞിട്ടാണ് സർ. സാർ, ഇവളൊരു പരാതി തന്നാ പീഡന കേസിന് ശക്തമായ ഒരു പിൻബലം കിട്ടും സാർ. പീഡന കേസിലെ പ്രതികൾക്ക്
മുൻപും ഇങ്ങനൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എന്ന് തെളിയുകയും അവർക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടും വേണം സർ. എനിക്ക് പരാതി ഇല്ലാത്തത് കൊണ്ടാണ് സർ. അന്ന് ആ സംഭവം രണ്ട് വീടുകളിലും കുറെ ചർച്ച ചെയ്തതാണ്. ഇപ്പോഴാണെങ്കിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇന്നെ ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ സംഭവത്തെ പറ്റി എനിക്കിനി പരാതിയില്ല സർ. എന്നെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് എന്നെ ഉപദ്രവിച്ച് പരാതി എഴുതി വാങ്ങിക്കാന് കഴിഞ്ഞ 8 മണിക്കൂറായി ഇവിടെ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ എനിക്ക് പരാതി ഉണ്ട് സർ. പണിക്കർ ഇവളെ ഭീഷണിപ്പെടുത്തി പരാതി എഴുതിക്കാൻ ശ്രമിച്ചോ? ഇല്ല സർ, ഒരു പരാതി എഴുതി ഒപ്പിട്ടെന്ന് നന്നായിരുന്നു എന്ന് പറയായിരുന്നു. 12 മണിക്ക് എന്നെ കസ്റ്റഡിയിൽ എടുത്തതാണ് സർ. ഇപ്പൊ 9 മണിക്കൂർ കഴിഞ്ഞു. താഴെ ഓഫീസിൽ വെച്ചും ലോക്കപ്പിന് മുന്നിൽ വെച്ചും എന്നെ നിർബന്ധിച്ചു, ഭീഷണിപ്പെടുത്തി. രാത്രി എന്നെ മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഇന്ന് രാവിലെ മുതൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എടോ താൻ എന്തോ ഇവിടെ ചെയ്യുന്നത്? പരാതിയില്ലാത്തവരെ ഭീഷണിപ്പെടുത്തി പരാതി എഴുതി വാങ്ങാൻ നിയമമുണ്ടോ? ഇല്ല സർ. ഇവളെ രാത്രി സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ഇവളൊരു പരാതി എഴുതി തന്നാൽ താൻ കൊടുക്കും ഇല്ലേ? സർ, അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടില്ലല്ലോ. നടന്നു സർ. ഇദ്ദേഹം എന്റെ ശരീരത്തിലോട്ടുള്ള തുറച്ചു നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും പലതവണ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. മറ്റേ 2 പ്രതികൾ എനിക്കെതിരെ നടത്തിയ പീഡന ശ്രമം ഞാൻ ശക്തമായി എതിർത്ത് പരാജയപ്പെടുത്തിയതില്ല ഇദ്ദേഹത്തിന് ഏറ്റവും വിഷമം. അത് നടന്നിരുന്നെങ്കിൽ അതേപറ്റി ഓരോന്ന് വിശദമായി ചോദിച്ച് രസിക്കാമായിരുന്നു എന്ന മട്ടില്ല എന്നോട് ഓരോ ചോദ്യം ചോദിച്ചത്. സത്യം പറഞ്ഞാൽ ഇതായിരുന്നു സർ പീഡനം. ആദ്യത്തേത് പീഡന ശ്രമം മാത്രമായിരുന്നു. എന്തൊക്കെ ചോദ്യങ്ങൾ അയാൾ ചോദിച്ചത്? പറയാൻ കൊള്ളത്തില്ല സർ. എടോ താങ്കൾ വന്നേ. എടോ താൻ എന്തൊക്കെയായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ആ പെൺകുട്ടി നാളെ പുറത്തേക്ക് ഇറങ്ങി ഒരു പ്രസ് മീറ്റ് വിളിച്ച് താൻ അവളെ ഹരാസ് ചെയ്തു എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? താൻ വീട്ടിൽ പോയിരിക്കേണ്ടി വരും. സർ, സാർ അതിന് ഞാൻ അങ്ങനൊന്നും. താൻ ഉരുളണ്ട. അവളെ ഉടൻ തന്നെ വീട്ടിലെത്തിക്കാം. എടോ താൻ വിചാരിക്കുന്ന പോലെ അവള് വെറും സെർവന്റ് ഒന്നും അല്ലടോ. അവൾക്ക് നല്ല സ്ട്രോങ് ബാക്ക് സപ്പോർട്ട് ഉണ്ട്. താൻ്റെ തൊപ്പി സൂക്ഷിച്ചോ. നിർബന്ധിച്ച് പരാതി എഴുതി വാങ്ങാൻ പോലീസിന് അധികാരമില്ല. കുട്ടിയുടെ പേരെന്താണ്? അലീന. അലീനെ ഉടൻ തന്നെ പോലീസ് വീട്ടിലെത്തിക്കും. ഇവൾക്ക് കഴിക്കാൻ ആഹാരവും കുടിക്കാൻ വെള്ളവും വാങ്ങിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് അവളെ വീട്ടിൽ കൊണ്ടുവിടാം. സർ, എന്നെ വീട്ടിലെത്തിച്ചാ മതി. ഒന്നും വാങ്ങിത്തരണ്ട. വീട്ടില് 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അവര് പേടിച്ച് വരച്ചിരിക്കുക. എന്നെ അവിടെ കൊണ്ടുവിട്ടാ മതി. കൊണ്ടുവിടണം നോക്കിക്കാതെ. രമേശേ താൻ ചേട്ടോ സാർ കുട്ടി വയ്ക്കും. ഇവിടുത്തെ നടപടികളെല്ലാം കഴിയും. താങ്ക് യു സർ. ഇതുപോലത്തെ തോന്നിയാസങ്ങൾ കാണിച്ച് പോലീസിന്റെ പേര് ചീത്തയാക്കരുത്. ചെല്ലേ ഓ. സർ, സർ. അവര് സ്റ്റേഷനിൽ പിടിച്ചിരുത്തി വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കഷ്ടപ്പെടുത്തി. ചില ചോദ്യങ്ങൾ വിവരം അറിയാം, ചില ചോദ്യങ്ങൾ അവർക്ക് ചോദിച്ച് രസിക്കാൻ, വേറെ ചില ചോദ്യങ്ങൾ അവർക്ക് ഉത്തരം കേട്ട് രസിക്കാൻ. ബലാത്സംഗക്കാരന്റെ വീടല്ലേ, നാട്ടുകാർ സമ്മാനിച്ചതായിരിക്കും.